എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 25-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇലക്ഷന് മുന്നോടിയായി പ്രഖ്യാപിച്ച 4000 രൂപ പെൻഷന്റെ ആദ്യഘട്ട വിതരണം നാളെ നടക്കും. 2000 രൂപയാണ് നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വീണ്ടും സർക്കാർ ഇന്ന് കടമെടുപ്പ് നടത്തി 3700 കോടിയുടെ കടപ്പത്രമാണ് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു ഗഡു കൂടി നൽകുന്നുണ്ട്. അത് നൽകുന്നതിനും മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് സർക്കാർ കടമെടുക്കുന്നത്. ഈ സർക്കാരിന്റെ അവസാന കടമെടുക്കലാകാനുള്ള സാധ്യത ഉണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ വോട്ടർമാരെ പിണക്കാതിരിക്കാനാണ് ക്ഷേമ പെൻഷൻ ഒരു ഗഡു അധികമായി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വിഷു, ഈസ്റ്ററിന്റെ പേര് പറഞ്ഞാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെയാക്കിയത്. അത് മാർച്ച് 31 മുതലാണ് വിതരണം. നാളെ മാർച്ച് 25-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി തുക എത്തിത്തുടങ്ങുന്നതാണ്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 200, 300, 1000 രൂപയുടെ കുറവുണ്ടാകുന്നതാണ്. അത് ഉടനെ ആ ഒരു തുക കൂടി ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടമെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഖാന്തരമുള്ള പണം നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുകയാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഈ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ 2 മാസത്തെ പെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഒരുമിച്ചല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും ഈ 2000 രൂപ നാളെ വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള തുക കടമെടുക്കലാണ് നടന്നിട്ടുള്ളത്. 31-ാം തീയതി മുതൽ ഏപ്രിൽ മാസത്തെ പെൻഷനും ലഭിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത ഒരു ഗഡു നേരത്തെ ലഭിക്കും. ഏപ്രിൽ 9-ന് മുമ്പ് ഒരു ഗഡു കൂടി സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതാണ്. ഏപ്രിൽ 9-നാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ വരുന്നത്. ഇതിന് മുന്നോടിയായിട്ട് തുകകളെല്ലാം എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. കുടിശ്ശിക മുഴുവൻ ലഭിക്കും എന്നുള്ള സൂചനകളുണ്ട്. ഇപ്പോൾ നമുക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും കൂടുതൽ കുടിശ്ശിക ഈ മാസം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. രാജ്യത്തെ ആദായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പാൻ കാർഡ് നിർബന്ധിതമായ ഇടപാടുകളുടെ പരിധിയിൽ കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നു. 2026 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ സാധാരണക്കാർക്ക് വലിയ ഇളവുകൾ ലഭിക്കും. ഉയർന്ന ഇടപാടുകൾക്ക് കൂടുതൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതോടൊപ്പം ചെറുകിട ഇടപാടുകാരുടെ നൂലാമാലകൾ കുറയ്ക്കുക എന്നതാണ് പുതിയ പരിഷ്കരണത്തിന്റെ ലക്ഷ്യം. കരട് നിയമത്തിലെ പ്രധാന 5 മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ്. അതിലൊന്ന്, നിലവിൽ ഒരു ദിവസം 50,000 രൂപക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാൻ കാർഡ് നിർബന്ധമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ 10 ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രം പാൻ കാർഡ് നൽകിയാൽ മതി എന്നുള്ളതാണ്. ഇതിൽ ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയ ആശ്വാസം നൽകും. രണ്ടാമത്തേത് വാഹനം വാങ്ങുമ്പോഴുള്ള ഇളവുകളാണ്. വാഹനം വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ട തുക പരമാവധി 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഏതൊരു വാഹനത്തിനും പാൻ കാർഡ് നിർബന്ധമായിരുന്നു. എന്നാൽ ഇനി മുതൽ 5 ലക്ഷത്തിന് താഴെയുള്ള കാറുകൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടതില്ല. അതേസമയം ഉയർന്ന വിലയുള്ള ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാകും. മൂന്നാമത്തെ മാറ്റം, ഹോട്ടൽ ബില്ലുകൾക്കും ആഘോഷങ്ങൾക്കും പരിധി പുനഃക്രമീകരിച്ചു എന്നുള്ളതാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബാങ്കറ്റ് ഹാളുകൾ എന്നിവിടങ്ങളിലെ പണം ഇടപാടുകൾക്ക് നിലവിൽ 50,000 രൂപ എന്ന പരിധി 1 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ കല്യാണങ്ങൾക്കും മറ്റ് ഹോട്ടൽ പണം ഇടപാട് നടത്തുമ്പോഴും നേരിടുന്ന ചെറിയ തടസ്സങ്ങൾ ഒഴിവാകും. നാലാമത്തെ മാറ്റം, വസ്തു ഇടപാടുകളുടെ പരിധിയിൽ വന്നിട്ടുള്ളതാണ്. വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പാൻ കാർഡ് ആവശ്യമാകുന്ന തുക 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വസ്തുവില വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഈ മാറ്റം. അഞ്ചാമത്തേത്, ഇൻഷുറൻസ് മേഖലകളിൽ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കാനാണ് സർക്കാർ തീരുമാനം.
നിലവിൽ വാർഷിക പ്രീമിയം 50,000 രൂപക്ക് മുകളിൽ വരുന്നവർക്ക് മാത്രമാണ് പാൻ കാർഡ് നിർബന്ധമായിരുന്നുള്ളൂ. ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. മറ്റു മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ക്രിപ്റ്റോ ഇടപാടുകളുടെ വിവരങ്ങൾ എക്സ്ചേഞ്ചുകൾ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണം. ഡിജിറ്റൽ കറൻസി ഔദ്യോഗിക പണമിടപാടായി അംഗീകരിക്കുക തുടങ്ങിയ മാറ്റങ്ങളും കരട് റിപ്പോർട്ടിലുണ്ട്. കരട് നിയമം പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം നൽകിയിരുന്നു. ഏപ്രിൽ 1 മുതൽ ഇത് നടപ്പിലാവുകയാണ്. ഏപ്രിൽ 1 മുതൽ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോഴും വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപേക്ഷിക്കുന്നവർക്കായി 2026 ഏപ്രിൽ 1 മുതൽ രാജ്യത്തുടനീളം പുതിയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുകയാണ്. അപേക്ഷാ ഫോമുകളിലും രേഖകളിലും വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഈ 2026 മാർച്ച് 31 വരെ വളരെ എളുപ്പത്തിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഏപ്രിൽ 1 മുതൽ ആധാർ കാർഡ് കൂടാതെ മറ്റ് രേഖകൾ കൂടി സമർപ്പിക്കേണ്ടി വരും. പുതിയ നിയമപ്രകാരം ജനനതീയതി സ്ഥിരീകരിക്കുന്ന ആധാറിന് പുറമെയുള്ള പ്രത്യേക രേഖകൾ ആവശ്യമാണ്. ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, SSLC ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകിയാൽ മതിയാകും. മറ്റൊരു മാറ്റം, ഏപ്രിൽ 1 മുതൽ പാൻ കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും അക്ഷര തെറ്റുകളില്ലാതെ കൃത്യമായി ഒത്തുപോയാൽ മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കൂ. നിലവിലെ പാൻ അപേക്ഷാ ഫോമുകളിൽ മാർച്ച് 31 തീർപ്പ് ഉണ്ടാക്കും. അത് നിലനിർത്തുകയും ചെയ്യും. ഏപ്രിൽ 1 മുതലാണ് പുതിയ ഫോമുകൾ ലഭ്യമാക്കുക. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമൺ സർവീസ് സെന്ററുകളിൽ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും അടുത്തുള്ള CSEയിലോ abhirendra.pahal@csc.gov.in എന്ന മെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. അധിക നടപടികൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ 2026 മാർച്ച് 31 മുമ്പായി പുതിയ അപേക്ഷാ നടപടികൾ പൂർത്തീകരിക്കുക. KYC കൂടുതൽ കർശനമാക്കും. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി മാത്രമേ അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് ഈ നിയമം ബാധകമല്ല. എന്നാൽ വിവരങ്ങളിൽ തിരുത്തൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ ബാധകമാകും. ഇന്ത്യയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന പ്രവാസികൾക്കും ഈ പുതിയ രേഖാ സമർപ്പണ നിയമങ്ങൾ ബാധകമായിരിക്കും. അവർ പാസ്പോർട്ട് പ്രധാന രേഖയായി നൽകേണ്ടി വരും. ആധാർ കാർഡും പാൻ കാർഡും ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി 2025 ഡിസംബർ 31 അവസാനിച്ചിരുന്നു. ഇതിനുശേഷം പിഴയോടുകൂടി ബന്ധിപ്പിക്കാൻ അവസരമുണ്ട്. മാർച്ച് 31 കഴിഞ്ഞാൽ ബന്ധിപ്പിക്കാത്ത ആധാർ കാർഡ്, പാൻ കാർഡുകൾ റദ്ദാവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് വലിയ തുക ഫൈൻ ഈടാക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അടിയന്തര ആവശ്യങ്ങൾക്ക് പാചകവാതക സിലിണ്ടർ വേണ്ടവർക്ക് SOS സംവിധാനം നിലവിൽ വന്നു. വിവാഹം, ഗൃഹപ്രവേശനം, അടിയന്തരം, ആരാധനാലയങ്ങളിലെ ചടങ്ങ് എന്നിവയ്ക്ക് വാണിജ്യ LPG സിലിണ്ടറിന്റെ ക്ഷാമം പരിഹരിക്കാനാണ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടിയന്തര ആവശ്യം കാണിച്ച് സജ്ജമാക്കിയ പോർട്ടൽ വഴി SOS അപേക്ഷ സമർപ്പിക്കാം. കലക്ടറുടെ നേതൃത്വത്തിലുള്ള നിരീക്ഷണ സമിതിക്ക് അപേക്ഷയുടെ ആവശ്യകത ബോധ്യപ്പെടുകയാണ് എങ്കിൽ ജില്ലാ സപ്ലൈ ഓഫീസർ വഴി ശുപാർശ നൽകും. ഇത് അനുസരിച്ച് എണ്ണ കമ്പനികൾ പ്രാദേശിക ഏജൻസികൾ വഴി വിതരണം ചെയ്യും. പാചകവാതക സിലിണ്ടറിന്റെ ലഭ്യതയിൽ ഉണ്ടായ കുറവ് മൂലം ഹോട്ടലുകളും ഭക്ഷണശാലകളും അടക്കാൻ തുടങ്ങിയതോടെ വിവിധ സന്നദ്ധ സംഘടനകൾ ക്ലൗഡ് കിച്ചണുകളും സമാന്തര ഭക്ഷണശാലകളും തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികളും ക്ലബ്ബുകളും സംഘടനകളും സഹകരിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് തുടങ്ങിയിട്ടുള്ളത്. സന്നദ്ധ പ്രവർത്തനങ്ങൾ വഴി ആശുപത്രികളിലേക്കും ഹോസ്റ്റലുകളിലേക്കും ഭക്ഷണം നേരിട്ട് എത്തിക്കാനും പദ്ധതികളുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. പലതവണയായി സ്വർണ്ണവില കൂടിയും കുറഞ്ഞു നിന്നു. അവസാനമായി പവന് 280 രൂപ കുറഞ്ഞ് 1,04,800 രൂപയിലാണ് നിലനിൽക്കുന്നത്. ഗ്രാമിന് 13,100 രൂപ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ.